എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ സങ്കടമായിട്ടിരിക്കുന്ന നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദ. അതിനുശേഷം കാണിക്കുന്നത് പിങ്കി സുമംഗലയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം നന്ദുമോൻ വിളിക്കുവാണ്. അന്നേരം ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും അമ്മ പപ്പ എന്ന് പറഞ്ഞിങ്ങനെ വിഷമിക്കുക കേട്ടോ. അന്നേരം എന്താ മോനെ, പപ്പയ്ക്ക് എന്താ പറ്റിയ, മോൻ കരയുവാണ്, എന്താ സംഭവിച്ചേ പറ എന്നിങ്ങനെ പറയുമ്പം മോൻ പറയുവാണ്, ഇവിടെ നടന്ന സംഭവമൊക്കെ പറയുവാണ്. അന്നേക്കും ആകെ സങ്കടമാകും പിങ്കിക്ക്. എന്നിട്ട് പപ്പയ്ക്ക് എന്താ പറ്റിയേ, മോൻ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം പറയുന്നുണ്ട്, ഞാനിപ്പം ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിലാണ്, ഡോക്ടർ ആൻറ്റി പപ്പയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയുമ്പം എങ്കിൽ മോൻ ആ ഫോണൊന്ന് ഡോക്ടർ ആൻറ്റിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ ആൻറ്റി പപ്പയെ നോക്കിക്കൊണ്ടിരിക്കുക, അതല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഫോൺ വിളിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് ശല്യം ചെയ്യാനൊന്നും പോകണ്ട, അമ്മ ഇപ്പം തന്നെ അങ്ങോട്ട് എത്തിക്കോളാം, മോൻ സ്ട്രോങ് ആയിട്ടിരിക്കണം കേട്ടോ, പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി ഫോൺ വയ്ക്കുവാണ്. അത് കഴിഞ്ഞ് ആകെ വിഷമമാണ് പിങ്കിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തണമല്ലോ, അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത്. അന്നേരം ലക്ഷ്മി, മോള് സുമംഗലയുടെ അടുത്തേക്ക് പോകാനായിട്ട് റെഡിയായോ, എല്ലാം എടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇന്ന് സുമംഗല അമ്മയുടെ അടുത്തോട്ട് പോകുന്നില്ല, എനിക്ക് ശാന്തിപുരം വരെ പോകണം എന്ന് പറയും. അന്നേരം അതെന്താ മോൾ അങ്ങനെ, ഇപ്പം മോൾ അങ്ങോട്ട് പോകണം എന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പം പിങ്കി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഗൗതത്തിന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യമ്മയ്ക്കും അമ്മയ്ക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല, അവരത് താങ്ങില്ല, അതുകൊണ്ട് പറയാതെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്ന് പിങ്കി മനസ്സിലോർക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ശിവപുരത്ത് നിന്ന് വിളിച്ചായിരുന്നു, നന്ദുവിനെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു അവൻ്റെ അമ്മ കൂടെ കാണണം, എങ്കിലും ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താ അവർ നേരത്തെ പറയാതിരുന്നത്, അങ്ങനെ പറയുമായിരുന്നു നിങ്ങൾക്ക് 3 പേർ കൂടി ഇവിടുന്ന് ഒരുമിച്ച് അങ്ങ് പോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അമ്മ അതിനെ നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഫോണിൽ കൂടെ പോലും ഡോക്ടറെ വിളിച്ചില്ലായിരുന്നല്ലോ, നന്ദുവിൻ്റെ കൂട്ടുകാരി പറഞ്ഞു അതനുസരിച്ച് അങ്ങ് പോകുമല്ലായിരുന്നു, നേരത്തെ ഡോക്ടറെ വിളിക്കുമായിരുന്നെങ്കിൽ ചിലപ്പം ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ, ഞാൻ കൂടെ വേണം എന്ന് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ അതല്ലേ പ്രധാനം എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, അതേതായാലും നന്നായി, പക്ഷേ ഇനിയിപ്പോൾ സുമംഗലയുടെ കാര്യത്തിൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട്, അതിപ്പോൾ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, സുമംഗല അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പവിത്രയോ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതിയല്ലോ, എനിക്കിപ്പോൾ പ്രധാനം ശാന്തിപുരത്തേക്ക് പോകുക എന്നാണ്, എനിക്ക് അങ്ങോട്ട് പോകണം അമ്മേ, നന്ദുവിൻ്റെ കാര്യമില്ല, അത് നന്നായിട്ട് നടക്കണ്ടേ എന്ന് ചോദിക്കുമ്പം വേണം അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ലക്ഷ്മിക്ക് എന്തോ സംശയങ്ങളൊക്കെ ആട്ടോ. ഏതായാലും പിങ്കി പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഭയങ്കര ഒരു സംശയം മഹേശ്വരൻ പിങ്കിയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അവിടുന്ന് മോൻ്റെ ആവശ്യത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് തന്നെയാണോ നീ ഇവിടുന്ന് പോകുന്നത്, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല അമ്മാവ, വേറെ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് അവർ പറഞ്ഞു, നന്ദുവിൻ്റെ അമ്മയും കൂടെ കാണണമെന്ന്, അപ്പം ഞാൻ ചെല്ലണ്ടേ, അതിന് വേണ്ടിയാണ് എന്ന് പറയും. അന്നേരവും മഹേശ്വരൻ ആകെ ടെൻഷനാണ്. അപ്പം മഹേശ്വരൻ പറയുന്നുണ്ട്, ഇത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാമായിരുന്നു, ഇതിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് തന്നെ ശിവപുരം വരെ നീ പോകണ്ടേ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ പോകണം, അതിന് ഇപ്പോൾ വണ്ടി ഉണ്ടല്ലോ, ഞാൻ ആ വണ്ടിയിൽ പൊയ്ക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനോ ലക്ഷ്മി ആരെങ്കിലും കൂടെ വരട്ടെ എന്ന് ചോദിക്കും. അന്നേരം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം അമ്മാവ, വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ പോയി കഴിയുമ്പം സുമംഗലമ്മയുടെ കാര്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്തേക്കണം കേട്ടോ എന്ന് പറയുമ്പം മഹേശ്വരൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആകണ്ട, ആ കാര്യങ്ങളെല്ലാം ഞാനും ലക്ഷ്മിയും കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തോളാം, നീ സമാധാനമായിട്ട് പോയി വാന്ന് പറഞ്ഞ് വളരെ കൂളാക്കി പിങ്കിനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. പിങ്കി അവിടുന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷവും ലക്ഷ്മി പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര യാതൊരു ആപത്തും വരാതെ മോള് ശിവപുരത്തേക്ക് എത്തണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഗൗതത്തെയാണ്. ഗൗതം കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ, മയക്കത്തിലായിരുന്നല്ലോ, പയ്യെ എഴുന്നേറ്റ് കഴിയുമ്പം ചുറ്റും നോക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് നന്ദിയും വരും. അപ്പം നന്ദിയോട് ചോദിക്കുന്നുണ്ട്, ഞാനിതെവിടെയാണ് എന്ന്. അന്നേരം എൻ്റെ വീട്ടിലാണ് എന്നാണ് പറയുന്നത്. അന്നേരം ആകെ വയ്യാട്ടോ, എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ പയ്യെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കും. വേണമെന്ന് പറയും, വെള്ളവും കുടിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞ് ഗൗതം ചുറ്റും നോക്കിയിട്ട്, ഇതെന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഒന്നെങ്കിൽ എന്നെ റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുന്നു, ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ദൂരമുണ്ട്, നമ്മൾ കുറച്ച് നേരം യാത്ര ചെയ്താലേ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുള്ളൂ, പിന്നെ ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് ഞാൻ കരുതി, അത്യാവശ്യം ഒരു എമർജൻസി വന്നാൽ ചെയ്യാനുള്ള സംഭവമൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗൗതം സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും. പക്ഷേ ഗൗതത്തിന് അത് ഇഷ്ടപ്പെടില്ല. ഗൗതം പറയുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ല, ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസിൽ, എനിക്കിവിടുന്ന് പോകണം, എനിക്കിവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, അത് പറ്റില്ല, 2 ദിവസം ഗൗതം സാർ എൻ്റെ നിരീക്ഷണത്തിൽ
ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ഗൗതം ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്, അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന്. അന്നേരം നന്ദ പറയും, ആസ് എ ഡോക്ടർ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഡോക്ടർ 2 ദിവസം ഇവിടെ അനങ്ങാണ്ടിരിക്കണം. ചെറിയ മുറിവാണെങ്കിലും വയറ്റിലായതുകൊണ്ട് ചിലപ്പോൾ അത് അപകടത്തിലാക്കും, നല്ല വേദനയും ഉണ്ടാവും. അതുകൊണ്ട് ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കാതെ സാറ് അനങ്ങാതിരിക്കുക എന്ന് പറയും. പക്ഷേ ഗൗതം സമ്മതിക്കുകയല്ല. ഗൗതം പറയും, എനിക്കിവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്കിവിടുന്ന് പോകണം, മാറ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അന്നേരം നന്ദ പിടിച്ചിരുത്തുന്നുണ്ട്, വയറിലാണ് മുറിവ്, അങ്ങനെ ശരീരം അനക്കല്ലേ, ഗൗതം സാർ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാറ്, എനിക്കിവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, എനിക്കിവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് ഗൗതം അങ്ങ് ചാടി എഴുന്നേക്കാൻ തുടങ്ങുവാണ്. അതുപോലെ നന്ദയെ പിടിച്ച് മാറ്റാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രെയിൻ ചെയ്യുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വേദന വരും. ഇങ്ങനെ വയറെ ഞെക്കി പിടിച്ചുകൊണ്ട് വളഞ്ഞിരിക്കുക കേട്ടോ. അന്നേരം നന്ദ പറയുന്നുണ്ട്, സാർ സെഡേഷൻ കഴിഞ്ഞു, ഇനി വരുന്ന വേദന സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ഞാൻ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞതെന്ന് പറയും. അന്തേക്കും വേദന കാരണം ഗൗതം പറയുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം സാരമില്ല, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞ് ഗൗതത്തിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ച് നിർത്തുവാണ് നന്ദ. അതൊക്കെ കാണുമ്പോൾ പാവം തോന്നൂട്ടോ നന്ദയുടെ അവസ്ഥ കാണുമ്പോൾ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. പിങ്കിക്ക് ആകെ ടെൻഷനാണല്ലോ. പിങ്കി അവിടുന്ന് പോരുന്നതിന് എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ ഗൗതത്തിനൊന്നും സംഭവിക്കരുതേ, അർജുൻ പോയപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് അവന് തിരിച്ച് കിട്ടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ്, പക്ഷേ അവനെ എന്നിൽ നിന്നും കൊണ്ടുപോയി, അതുപോലെ ഗൗതത്തിനൊന്നും സംഭവിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. ഏതായാലും ഗൗതത്തിൻ്റെ വാശി കാരണം ഗൗതത്തിൻ്റെ റെസ്റ്റ് ഹൗസിലേക്ക് തന്നെ കൊണ്ടുവന്നു. നന്ദയാട്ടോ കൊണ്ടുവരുന്നത്. ഷർട്ടൊക്കെ മാറ്റി വേറെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പയ്യെ കട്ടിലെ കൊണ്ടിരുത്തും. എന്നിട്ട് ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ താങ്ക്സ് പറയും. അപ്പോൾ നന്ദ ചോദിക്കും, എന്തിനാ താങ്ക്സ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം എനിക്ക് ഈ ഷർട്ട് വാങ്ങിച്ചു തന്നു, അതുപോലെ ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നല്ലോ, അതിനാണ് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട്, ഒരു ഡോക്ടർ എന്ന നിലയിൽ പേഷ്യൻറ്റിനെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന്. അന്നേരം ഗൗതം തിരിച്ചു ചോദിക്കും, ഞാൻ പേഷ്യൻറ്റിൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല, പേഷ്യൻറ്റിൻ്റെ അച്ഛനും പേഷ്യൻ്റാകാൻ ഒരുപാട് സമയമൊന്നും വേണ്ടാന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ്, വിക്ടർ കുത്തുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഇത്രയും നാളും ഇവള് നിർമ്മൽ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറുടെ വെപ്പാട്ടിയായിരുന്നു, ഇനി നീ ആണോ വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചായിരുന്നല്ലോ, അത് മനസ്സിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഗൗതം പറയും, എനിക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലാവുന്നു, പലതും മനസ്സിലായി വരുന്നു എന്ന് പറയുമ്പോൾ നന്ദയൊന്നും അങ്ങനെ മിണ്ടുന്നില്ല കേട്ടോ. അന്തേക്കുമാണ് മോൻ്റെ ഫോണിലേക്ക് വീണ്ടും പിങ്കി വിളിക്കുന്നത്. അന്നേരം മോൻ, ഞാൻ പുറത്ത് പോയി സംസാരിച്ചിട്ട് വരാം പപ്പ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഏതായാലും മോൻ ഫോൺ എടുത്ത് അമ്മയെന്ന് വിളിക്കുന്നത്, മോനെ നിങ്ങൾ എവിടെയാണ്, ഇപ്പം പപ്പയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞങ്ങളിപ്പം ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു, പപ്പയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു, ഡോക്ടർ ആൻറ്റി നന്നായിട്ട് പപ്പയെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിങ്കി പറയുവാണ്, എനിക്കിപ്പോഴും ആശ്വാസമായത്. ഏതായാലും ഡോക്ടർ ആൻറ്റിയോട് അമ്മയുടെ വക ഒരു താങ്ക്സ് മോൻ പറഞ്ഞേക്കണം കേട്ടോ, അമ്മ അങ്ങോട്ട് വരാം, മോൻ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞ് പിങ്കി മനസ്സിൽ ഓർക്കുവാണ്, ഈശ്വര ഗൗതത്തിന് ഒന്നും സംഭവിക്കാതെ നീ തിരിച്ചു തന്നല്ലോ, ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഏതായാലും ഫോൺ വിളിച്ച് കഴിഞ്ഞ് മോൻ അകത്തോട്ട് കയറി വരും. എന്നിട്ട് ഗൗതത്തോടായിട്ട് പറയുന്നുണ്ട്, പപ്പ അമ്മയാണ് വിളിച്ചത്, പപ്പയ്ക്ക് കുറവായി എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി, അതുപോലെ അമ്മയുടെ പേരിൽ ഡോക്ടർ ആൻറ്റിയുടെ ഒരു നന്ദി പറയണം, താങ്ക്സ് പറയണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതേക്കും നന്ദയ്ക്ക് ആകെ സങ്കടം വന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദ പറയും, അതൊക്കെ പിന്നെയല്ലേ മോനെ, പിന്നെ മതി എന്ന് പറയും, പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഗൗതത്തിനും അത് കാണുമ്പം അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞത് നന്ദയുടെ മുമ്പിൽ വെച്ചാണല്ലോ, ഗൗതത്തിൻ്റെ മുഖം ഒന്ന് മങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി ഒന്ന് വിഷമത്തോടെ ഇത്തിരി സങ്കടത്തോടെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നന്ദ ഇറങ്ങിപ്പോവാണ്. കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നന്ദ മോനോട് പറയുന്നുണ്ട്, ആൻറ്റിക്ക് പുറത്ത് വരെ പോകണം, പോയിട്ട് വരാം, അതുവരെ മോൻ പപ്പയുടെ അടുത്ത് തന്നെ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നന്ദ ഇങ്ങ് പോയി കഴിയുമ്പോഴേക്കും പപ്പയുടെ അസുഖമൊക്കെ പെട്ടെന്ന് കുറയും, മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, ഞാനും അമ്മയൊക്കെ പപ്പയുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ നന്ദമോൻ പറയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന നന്ദ നിർമ്മലിനെ വിളിക്കുവാണ്. നിർമ്മലിനെ വിളിച്ചിട്ട്, നമ്മുടെ ഈ റെസ്റ്റ് ഹൗസ് അറിയത്തില്ലേ നിർമ്മലിനെ, അങ്ങോട്ട് എനിക്കൊന്ന് വരാമോ എന്ന് ചോദിക്കും. അങ്ങനെ നിർമ്മൽ ചോദിക്കുന്നുണ്ട്, ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ നിർമ്മലിനോട് നന്ദ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് വിക്ടറിനും കൂട്ടുകാർക്കും ചിലപ്പം വൈരാഗ്യം കൂടിയിട്ടുണ്ടാവും, അവർ ഇനിയും സാറിന് എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഒരു സഹായത്തിനാണ് ഞാൻ നിർമ്മലിനെ വിളിച്ചത്, നിർമ്മലിന് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ കാണിയല്ല, ഞാൻ പുറത്തോട്ടൊന്ന് പോവാണ്, മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനും വന്നേക്കാം എന്ന് പറയും. നിർമ്മല ഉറപ്പായിട്ടും വരാൻ നന്ദ എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം നിർമ്മലും സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദ പോവുക കേട്ടോ. നന്ദ പോയി കഴിഞ്ഞാണ് പിങ്കി വരുന്നത്. പിങ്കി വരുന്നത് ആകെ സങ്കടമാണ്, ഓടി കയറി വരുന്നു. ഗൗതം കിടന്ന് ഉറങ്ങുമായിരുന്നു. ഭയങ്കര സങ്കടത്തോടെ ഗൗതത്തിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഗൗതം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു, എനിക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു.
പറയുന്നു. എന്നിട്ട് ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇന്ന് കരയുവാണ്. അത് കണ്ടുകൊണ്ടാണ് നന്ദ കയറി വരുന്നത്. നന്ദയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. ആദ്യം പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരുന്ന പോലെ വരും. അതിനുശേഷം നന്ദ പെട്ടെന്ന് റിയാലിറ്റിയിലേക്ക് വരുവാണ്. അന്നേരം പിങ്കി ഭയങ്കരമായിട്ട് കരയുന്നു. അത് കഴിഞ്ഞ് അടുത്തേക്ക് നന്ദുമോൻ വരുന്നു. നന്ദുമോനെ അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നിട്ട് നന്ദുമോനോട് പറയുന്നുണ്ട്, മോൻ ഇനി വിഷമിക്കേണ്ട, അമ്മ വന്നില്ലേ, ഇനി എല്ലാം അമ്മ നോക്കിക്കോളാം, പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നന്ദ പയ്യെ നന്ദയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലങ്ങ് മുറുക്കി പിടിക്കുവാണ്. എന്നിട്ട് നന്ദ ഗൗതമും നന്ദയും കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നാളുകളിലെ നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ തളർന്നു പോവുകയാണ്. എന്നിട്ട് ഭിത്തിയെ പിടിക്കുവാട്ടോ വീഴാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വിഷമിച്ച് ആ താലി മുറുക്കി പിടിച്ചുകൊണ്ട് നിന്നിട്ട് പിങ്കി കാണാതെ പുറത്തേക്ക് പോരുവാണ് നന്ദ. പുറത്തേക്ക് വരുന്ന നന്ദയ്ക്ക് ആ കണ്ട സീൻ മനസ്സിൽ നിന്ന് അങ്ങ് മായുന്നില്ല. തളർന്നു പോവുകയാണ്. ഓർത്ത് വിഷമിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ ഓർക്കുവാണ്, ഞാനിപ്പം നിങ്ങൾക്ക് ആരും അല്ല ഗൗതം സാർ. ഗൗതം സാറിന് പുതിയ ജീവിതമായി, പുതിയ ഭാര്യയായി, മകനായി, ഞാൻ ആരും അല്ലാണ്ടായല്ലേ എന്നിങ്ങനെയൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഏതായാലും പിങ്കി ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. അന്നേരമാണ് ഗൗതം എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഗൗതം, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം, ഒന്നും പറ്റിയില്ലല്ലോ പിങ്കി, അവിടെ കെറ്റിലിരിപ്പുണ്ട്, അതിൽ നിന്ന് ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കും. എടുത്തു തരാമെന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഗൗതം പയ്യെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുക. ഈ സമയം പുറത്തേക്ക് വന്ന നന്ദയ്ക്ക് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലോ. പെട്ടെന്ന് തല കറങ്ങുവാണ് നന്ദയ്ക്ക്. ആ സമയമാണ് അങ്ങോട്ട് നിർമ്മല കയറി വരുന്നത്. അപ്പം നന്ദ വീഴാതിരിക്കാൻ വേണ്ടി നിർമ്മല ഓടിപ്പോയി നന്ദേനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് നന്ദ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗൗതം അങ്ങോട്ട് പയ്യെ എഴുന്നേറ്റ് വരുന്നത്. അന്നേരം ഇവർ രണ്ടുപേരുടെ ചേർന്ന് നിൽക്കുന്ന ആ സീനാണല്ലോ കാണുന്നത്. അത് കാണുന്നത് ഗൗതത്തിന് ആകെ വിഷമാവും. പണ്ടേ എന്ത് മുന്നിൽ കാണുന്നതോ അത് വെച്ച് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യും. ആകെ വിഷമിച്ച് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാനൊന്നും ഗൗതം നിൽക്കാറില്ലല്ലോ. ഏതായാലും നന്ദയ്ക്ക് ആകെ തളർച്ച വന്നതുകൊണ്ട് തന്നെ നിർമ്മൽ പയ്യെ പിടിച്ച് അവിടെ ഒരു കസേരയിൽ ഇരുത്തും. എന്നിട്ട് എന്താ പറ്റിയ നന്ദ, എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വെള്ളം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു കുപ്പി വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കൊടുക്കുവാണ്. നന്ദ അത് കുടിക്കുമ്പോഴും അകത്ത് കണ്ട ആ സീനാട്ടോ മനസ്സിൽ. ഗൗതത്തിൻ്റെ കൈ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിങ്കിയുടെ ആ സീൻ മനസ്സിലേക്ക് വരുമ്പോൾ പിന്നെയും സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് നിർമ്മല ചോദിക്കുക, എന്താ നന്ദ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് നന്ദ പറയുന്നത്, പിങ്കി അവളെല്ലാം നേടി, അവൾ ആഗ്രഹിച്ചു പോയതുപോലെ തന്നെ ഗൗതം സാറിൻ്റെ ഭാര്യ പദവി, ഗൗതം സാറിൻ്റെ മകൻ്റെ അമ്മ എന്ന സ്ഥാനം, അങ്ങനെ എല്ലാം അവൾ നേടി, എല്ലാം നഷ്ടപ്പെട്ടത് എനിക്കാണ് എന്ന് നന്ദ പറയുവാണ്. അന്നേരം നിർമ്മല ചോദിക്കുന്നുണ്ട്, പിങ്കി അത് ആഗ്രഹിച്ചിരുന്നോ എന്ന്. അപ്പം നന്ദ പറയും, അവളത് ആഗ്രഹിച്ചിരുന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പേ അവളത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈശ്വരൻ കൂട്ടി യോജിപ്പിച്ചത് ഞങ്ങളെയാണ്. ആ വിധിയെ പോലും മറികടന്ന് അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുത്തു. എന്നെയും എൻ്റെ മകളെയും കൂടിയല്ലേ അവൾ ചതിച്ചത് എന്നിങ്ങനെ നന്ദ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് അങ്ങോട്ട് നളിനിയെ മോളൂടെ വരുന്നത്. അന്നേരം ഗൗരി വരുന്നതേ ചോദിക്കുന്നുണ്ട്, അമ്മേ നന്ദുവിൻ്റെ പപ്പയൊക്കെ എവിടെയാണ്, ഏത് റൂമിലാണ് എന്ന് ചോദിക്കും. അന്നേരം അകത്തെ റൂമിലാണ്, അവർ 201 എന്ന് നിർമ്മല പറയുമ്പോൾ, ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മോള് പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കയറി പോകും. അന്നേരം നന്ദയുടെ ഈ അവസ്ഥയും ഇരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോഴേക്കും നളിനിക്ക് എന്തോ പന്തികേട് പോകുന്നു. അപ്പം നളിനി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ ഡോക്ടർ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ്. ആകെ വിഷമിച്ച് ഇങ്ങനെ തലകുനിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.